ഇന്നിവിടെ ഞാൻ വിശദീകരിക്കുന്നത് തടാകങ്ങളെക്കുറിച്ചാണ്. തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ലിംനോളജി. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ. കാനഡയിലും അമേരിക്കയിലുമായി സുപ്പീരിയർ വ്യാപിച്ചു കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ആഫ്രിക്കയിലെ വിക്ടോറിയ. സുപ്പീരിയർ, മിഷിഗൺ, ഏറി, ഹ്യൂറോൺ, ഒന്റാറിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. ഇവ അമേരിക്കയിലും കാനഡയിലുമായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ആഴമുള്ളതുമായ തടാകമാണ് റഷ്യയിലെ ബെയ്ക്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ. റഷ്യ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ എന്നീ 5 രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഈ തടാകം. ലോകത്തിലെ ഏറ്റവും അധികം തടാകമുള്ള രാജ്യമാണ് കാനഡ. ലോകത്തിലെ ഏറ്റവും അധികം തടാകങ്ങളുള്ള രാജ്യം കാനഡയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്കയാണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിൽക്ക തടാകത്തിലാണ്. ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ ഏക തടാകമാണ് മഹാരാഷ്ട്രയിലെ ലൂണാർ തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകമാണ് രാജസ്ഥാനിലെ സാംബാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആന്ധ്രയിലെ കൊല്ലേരു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗുരു ഗോബിന്ദ് സാഗർ പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗുരു ഗോബിന്ദ് സാഗർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഹുസൈൻ സാഗർ തടാകം ആന്ധ്രയിലാണ്. കേരളത്തിലെ മൊത്തം തടാകങ്ങളുടെ എണ്ണം 34 ആണ്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലുത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് തടാകത്തിലെ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഈ തടാകത്തിലെ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും ചെറുതും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ തടാകമാണ് പൂക്കോട് തടാകം. ഇവ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറുതും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ തടാകമാണ് പൂക്കോട് തടാകം.